EHRM ഇലക്ട്രോണിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഓൾറെഡി നോക്കിയത് ടെക്നോളജി യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ചെയ്യാം. അതിൽ റിക്രൂട്ട്മെൻറ്റ്, കോമ്പൻസേഷൻ, ട്രെയിനിങ് ആൻഡ് എംപ്ലോയി സർവീസ് ഇത്ര അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൽ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് കോമ്പൻസേഷൻ റെഫേഴ്സ് ടു യൂസിങ് ഡിജിറ്റൽ ടൂൾസ് ആൻഡ് വെബ് ബേസ്ഡ് സിസ്റ്റംസ് ടു പ്ലാൻ, മാനേജ് ആൻഡ് അഡ്മിനിസ്റ്റർ എംപ്ലോയി കോമ്പൻസേഷൻ റിവാർഡ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഇലക്ട്രോണിക്കലി. അപ്പോൾ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിജിറ്റൽ ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് വെബ് ബേസ്ഡ് ആയിട്ടുള്ളൊരു പ്ലാൻ പ്രിപ്പയർ ചെയ്ത് മാനേജ് ചെയ്ത് നമ്മുടെ എംപ്ലോയീസിൻ്റെ കോമ്പൻസേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യുക, അവരുടെ റിവാർഡ്സ് അഡ്മിനിസ്റ്റർ ചെയ്യുക, അതായത് ഇതെല്ലാം മാനേജ് ചെയ്ത് പോവുക. പിന്നെ അതിൻ്റെ എല്ലാ ബെനിഫിറ്റ്സ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതും ഇലക്ട്രോണിക്കലി ആയിരിക്കും. അപ്പോൾ നമുക്കൊരു സോഫ്റ്റ്വെയർ കാണാം. അപ്പോൾ സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമ്മൾ കോമ്പൻസേഷൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും കോമ്പൻസേഷൻ കൊടുക്കുന്നതും. അപ്പോൾ നമുക്ക് പേറോൾ സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടല്ലോ, പേയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതൊക്കെ ഇതിൻ്റെ എക്സാമ്പിളായിട്ട് വരും. പിന്നെ കോമ്പൻസേഷൻ ഡിസൈൻ ടൂൾസ് ഓർ സിസ്റ്റംസ്. കോമ്പൻസേഷൻ ഡിസൈൻ ചെയ്യുന്ന ടൂൾസ് അല്ലെങ്കിൽ സിസ്റ്റംസ് കെനക്സസ് കോമ്പൻസേഷൻ അനലിറ്റിക്സ് സിസ്റ്റം. ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ അനലൈസ് പേ സ്ട്രക്ചർ ആൻഡ് എൻഷുർ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഇക്വിറ്റി. അപ്പോൾ നമ്മൾ സിസ്റ്റംസ് എന്താണെന്നുള്ളത് അതിൻ്റെ കോർ പോയിൻ്റാണിത്. അപ്പോൾ കോർ പോയിൻ്റ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടും. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് കെനക്സസ് കോമ്പൻസേഷൻ അനലിറ്റിക്സ് സിസ്റ്റം യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു പേ സ്ട്രക്ചർ എൻഷുർ ചെയ്യാൻ. അത് നമ്മൾ ഇൻറ്റേർണൽ ആയാലും എക്സ്റ്റേണൽ ആയാലും ഓക്കെ. അപ്പോൾ നമ്മുടെ ഇൻറ്റേർണൽ ലിക്വിഡിറ്റി അതേപോലെ തന്നെ എക്സ്റ്റേണൽ ലിക്വിഡിറ്റിക്കും ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ പേ സ്ട്രക്ചർ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കെനക്സാസ് 2 പെർഫോം, മാനേജേഴ്സ് പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് ലിങ്ക് പെർഫോമൻസ് വിത്ത് കോമ്പൻസേഷൻ. അപ്പോൾ കെനക്സാസ് 2 പെർഫോമൻസ് എന്ന് വെച്ചാൽ എന്തുവാ? അതെന്ന് പറയുന്നത് മാനേജേഴ്സിൻ്റെ പെർഫോമൻസ്, അതായത് ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാ എംപ്ലോയീസും, ഈവൻ മാനേജേഴ്സ് മാത്രമല്ല എല്ലാ എംപ്ലോയീസിൻ്റെയും പെർഫോമൻസ് അപ്രൈസൽ ഓക്കെ, അത് മാനേജ് ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്യും. ആൻഡ് ലിങ്ക് പെർഫോമൻസ് വിത്ത് കോമ്പൻസേഷൻ, പെർഫോമൻസ് കോമ്പൻസേഷനായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ അതാണ് നമ്മൾ കെനക്സാസ് 2 പെർഫോമിൽ ചെയ്യുന്നത്. ടെലിയോ, ക്ലൗഡ് ബേസ്ഡ് HR സോഫ്റ്റ്വെയർ ഫോർ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് കോമ്പൻസേഷൻ പ്ലാനിങ്. ടെലിയോ എന്ന് വെച്ചാൽ എന്താ? ഒരു ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള HR സോഫ്റ്റ്വെയർ ആണ്. അത് റിക്രൂട്ട്മെൻറ്റിനും കോമ്പൻസേഷൻ പ്ലാനിങ്ങിലും വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കോർണർ സ്റ്റോൺ ഓൺ ഡിമാൻഡ്. കോർണർ സ്റ്റോൺ ഓൺ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻ്റഗ്രേറ്റ് പെർഫോമൻസ് മാനേജ്മെൻറ്റ് ആൻഡ് ലേണിംഗ് വിത്ത് കോമ്പൻസേഷൻ ഡിസിഷൻ. ഇത് നമ്മുടെ പെർഫോമൻസ് മാനേജ്മെൻറ്റും കോമ്പൻസേഷൻ ഡിസിഷനും കൂടി ലിങ്ക് ചെയ്തിട്ട് നമ്മളെ പഠിക്കാനായിട്ട് സഹായിക്കും. അതായത് ഇവരുടെ പെർഫോമൻസിൻ്റെ എത്രത്തോളം ഇവർക്ക് കോമ്പൻസേഷനായിട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് അറിയാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഹാലജൻ സോഫ്റ്റ്വെയർ അലൈൻ പേ വിത്ത് പെർഫോമൻസ് ബേസിൽ പേയ്മെൻറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാലജൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. ഹെൽപ്സ് ഇൻ സസഷൻ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് വെച്ചാൽ ഫ്യൂച്ചർ പ്ലാനിങ്ങിനും ഡെവലപ്മെൻറ്റിനും വേണ്ടിയിട്ടാണ് ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്ത ലോസൺ നൗ ഇൻഫോം HCM ഓഫേഴ്സ് HR അപ്പോൾ ലോസൺ എന്ന് പറയുന്നത് HR പേറോൾ ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ് ഇൻ 1 സ്യൂട്ട്. ഇതും സോഫ്റ്റ്വെയർ തന്നെയാണ് നമ്മളെ MS ഓഫീസ്, MS വേർഡ്. അപ്പോൾ അതേപോലത്തെ ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ് ഈ പറയുന്ന ലോസൺ. ഒരു സ്യൂട്ടാണ്, ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ്. ഓഫേഴ്സ് HR, പേറോള്, കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ്. ആ 3 കാര്യങ്ങൾ ഒരുമിച്ച് നമുക്ക് അവൈൽ ചെയ്യുന്നതാണ് ലോസൺ. ലൂമിസി ഗ്ലോബൽ ടാലൻറ്റ് മാനേജ്മെൻറ്റ് സ്യൂട്ട്. ലൂമിസി എന്ന് പറയുന്നത് ഗ്ലോബൽ ടാലൻറ്റ് മാനേജ്മെൻറ്റ് സ്യൂട്ടാണ്. ഓട്ടോമേറ്റ്സ് കോമ്പൻസേഷൻ സൈക്കിൾസ്. അപ്പോൾ കോമ്പൻസേഷൻ സൈക്കിൾസിനെ ഓട്ടോമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഓരോ മന്ത് ഓരോ ഡേറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ പേയ്മെൻറ്റ് എംപ്ലോയീസിന് പോയിക്കോളും. അപ്പോൾ ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ലൂമിസി. പിന്നെ ന്യൂ വ്യൂ എന്ന് പറഞ്ഞാൽ എൻഡ് ടു എൻഡ് HRMS വിത്ത് കോമ്പൻസേഷൻ ആൻഡ് പേറോൾ ഇൻ്റഗ്രേഷൻ. ന്യൂ വ്യൂ എന്ന് പറയുന്നത് ഇത് എൻഡ് ടു എൻഡ് HRMS ആണ്. അതായത് ഇപ്പോൾ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് സ്റ്റേജ് വരെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ സ്റ്റാർട്ട് തൊട്ട് എൻഡിങ് സ്റ്റേജ് വരെ നമ്മൾ ഇതിൻ്റെ സപ്പോർട്ട് നമുക്കുണ്ടാവും. വിത്ത് കോമ്പൻസേഷൻ ആൻഡ് പേറോൾ ഇൻ്റഗ്രേഷൻ, എങ്ങനെ അവരുടെ കോമ്പൻസേഷൻസും പേറോളും ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകാം. അതായത് എംപ്ലോയീസിൻ്റെ കോമ്പൻസേഷൻസ് ഉദ്ദേശിക്കുന്നവരുടെ സാലറി മാത്രമല്ല, അവർ പിരിഞ്ഞു പോകുമ്പോഴുള്ള സാലറി, അവർക്ക് മറ്റ് ബെനിഫിറ്റ്സ് എല്ലാം അതിൽ പെടും. അപ്പോൾ അതും പേറോളും രണ്ടും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം നമുക്ക് കിട്ടും ന്യൂ വ്യൂവിൽ. പീപ്പിൾ ഫ്ലുവൻറ്റ് സപ്പോർട്ട് പേ ഫോർ പെർഫോമൻസ് സ്ട്രാറ്റജീസ് ആൻഡ് ബഡ്ജറ്റ് കൺട്രോൾ. അതായത് പെർഫോമൻസിനനുസരിച്ചുള്ള പേയ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്നതാണ് പീപ്പിൾ ഫ്ലുവൻറ്റ്. അപ്പോൾ സ്ട്രാറ്റജീസ് ആൻഡ് ബഡ്ജറ്റ് കൺട്രോൾ. ഇതിനകത്ത് സ്ട്രാറ്റജീസ് ഉണ്ട്, ബഡ്ജറ്റ് കൺട്രോൾ ഉണ്ട്. സബ എന്ന് പറയുന്നത് കമ്പൈൻസ് ലേണിംഗ്, പെർഫോമൻസ് ആൻഡ് കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ്. 3 കാര്യങ്ങൾ ഒരുമിച്ച് നമ്മളെ ചെയ്യാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് സബ. അതിൽ ലേണിംഗ്, പെർഫോമൻസ്
പെർഫോമൻസ് മാനേജ്മെൻറ്റ്, അതേപോലെ തന്നെ കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ്. ഈ 3 കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അത് 3 അവൈലബിൾ ആണ് അതിൽ. ഇനി ഈ കോമ്പൻസേഷൻ്റെ അഡ്വാൻറ്റേജസ്: ഫാസ്റ്റർ ആൻഡ് എറർ ഫ്രീ പേറോൾ പ്രോസസ്സിങ്. പെട്ടെന്ന് നമുക്ക് പേറോൾ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി എംപ്ലോയീസിൻ്റെ. അവരെ വർക്കിംഗ് അവേഴ്സും കാര്യങ്ങളൊക്കെ അത് ഓൾറെഡി പഞ്ചിങ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വന്നോളും. അപ്പോൾ അത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. അപ്പോൾ ഈസി ആയിട്ട് ഫാസ്റ്ററായിട്ട് എറർ ഫ്രീ ആയിട്ട് പ്രോസസ്സ് ആയിക്കോളും. പിന്നെ ട്രാൻസ്പെറൻസി ഇൻ പേയ്മെൻറ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആണ്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് തോന്നിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് റെക്കോർഡ്സ് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇൻ്റഗ്രേഷൻ വിത്ത് പെർഫോമൻസ് ആൻഡ് HR സിസ്റ്റം. അപ്പോൾ HR സോഫ്റ്റ്വെയറിൽ നിന്ന് തന്നെ കണക്റ്റഡ് ആയിട്ടുള്ളതാണ് ഈ കോമ്പൻസേഷൻ്റെ സോഫ്റ്റ്വെയറും. അതുകൊണ്ടാണ് രണ്ടും ഇൻ്റഗ്രേറ്റഡാണ്. പെർഫോമൻസിൻ്റെ ബേസിലായിരിക്കും ഇവർക്ക് പേ വരുന്നത്. അപ്പോൾ എങ്ങനെയാണോ ഇവരുടെ പേയ്മെൻറ്റ് പോകുന്നത്, അതായത് എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നോ അല്ലെങ്കിൽ എത്ര ഫാസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നോ, ഏത് സിസ്റ്റം ഓഫ് വേജിങ് സിസ്റ്റമാണോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനനുസരിച്ച് കറക്റ്റായിട്ട് വരെ പേയ്മെൻറ്റ് പോയിക്കോളും. പിന്നെ ഈസി ആക്സസ് ടു കോമ്പൻസേഷൻ ഡേറ്റ ഫോർ HR ആൻഡ് എംപ്ലോയീസ്. കോമ്പൻസേഷൻ ഡേറ്റ ഉണ്ടല്ലോ, നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് എപ്പോഴെങ്കിലും ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെക്ക് ചെയ്യാം. അത് HR സോഫ്റ്റ്വെയറിൽ നിന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. എംപ്ലോയിയുടെ സൈഡിൽ നിന്ന് എംപ്ലോയിക്ക് നമ്മൾ ലോഗിൻ ID പാസ്വേഡ് കൊടുക്കും. അവർക്ക് അവരുടെ ഫോണിൽ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കയറി ചെക്ക് ചെയ്യാം. റിയൽ ടൈം അനാലിറ്റിക്സ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. പിന്നെ മാനേജ്മെൻറ്റിന് ഈ കോമ്പൻസേഷൻ എന്താ, റിയൽ ടൈം അനാലിറ്റിക്സ് പ്രൊവൈഡ് ചെയ്യും അവർക്ക് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് കയറി ചെക്ക് ചെയ്യാം. റെഡ്യൂസ് പേപ്പർ വർക്ക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്. അപ്പോൾ പേപ്പർ വർക്കും അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റും കുറയ്ക്കും. പിന്നെ ഉള്ളത് എൻഹാൻസ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ത്രൂ ക്ലാരിറ്റി ഇൻ പേ സ്ട്രക്ചർ. എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ കൂട്ടും. എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടും. അതിനകത്ത് പേ സ്ട്രക്ചറിനൊരു ക്ലാരിറ്റി വരും. കാരണം എല്ലാവർക്കും അറിയാൻ പറ്റും, ട്രാൻസ്പെറൻ്റ് ആണ്, ആരുടെ അടുത്തുനിന്നും ഒന്നും ഹൈഡ് ചെയ്യുന്നില്ല അവിടെ. പിന്നെ സപ്പോർട്ട് ഗ്ലോബൽ ആൻഡ് റിമോട്ട് വർക്ക് ഫോഴ്സ് കോമ്പൻസേഷൻ. അപ്പോൾ മൊത്തത്തിലുള്ള കോമ്പൻസേഷൻ ഒരു കമ്പനി എടുക്കുകയാണെങ്കിൽ ആ കമ്പനിയുടെ എല്ലാ ബ്രാഞ്ചസിനും എല്ലാ ആൾക്കാരുടെയും കോമ്പൻസേഷനും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ടാവും. അതുപോലെ റിമോട്ട് വർക്ക് ഫോഴ്സ് കോമ്പൻസേഷൻ, നമ്മൾ ഇപ്പം വർക്ക് ചെയ്യുന്ന ഏരിയ ആ ഒരു ബ്രാഞ്ചിലും അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതാണ് പറഞ്ഞിരിക്കുന്നത് റിമോട്ട് വർക്ക് ഫോഴ്സ് കോമ്പൻസേഷൻ എന്ന് വെച്ചാൽ ഒരു ഏരിയയിലെ വർക്കേഴ്സിൻ്റെ ഡീറ്റെയിൽസ് അതും സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും. ഓരോ ഏരിയാസിൻ്റെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ്, കോമ്പൻസേഷൻ ഡീറ്റെയിൽസ് പ്രത്യേകമായിട്ടും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും ഈ കോമ്പൻസേഷൻ സോഫ്റ്റ്വെയറിൻ്റെ അകത്ത്. അപ്പോൾ അതാണ് അഡ്വാൻറ്റേജസ്.